ആമ്പല്ലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. വെണ്ടൂർ അളഗപ്പ ഗ്രൗണ്ടിന് സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയ ആണ് മരിച്ചത്. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ത്തിലധികം ആളുകൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തെന്ന പരാതി. കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് അക്രമം നടത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായി. മാർപ്പാപ്പയുടെ കൈ ചുംബിക്കാനായതും ഷോളണിയിക്കാനായതും ജീവിതത്തിലെ അനുഗ്രഹവും അപൂർവ നിമിഷവുമായി കാണുകയാണ് ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ വിജെ ജോജി. മാർപ്പാപ്പയുടെ വിയോഗത്തിലും ആ അസുലഭ നിമിഷങ്ങളുടെ ഓർമ്മകളിലാണ് ജോജി. വത്തിക്കാനിൽ സംഘടിപ്പിച്ച ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മാർപ്പാപ്പയെ കാണാനുള്ള അവസരമുണ്ടായത്. ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ 2024 നവംബർ 30 വത്തിക്കാനിൽ സംഘടിപ്പിച്ച ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മാർപ്പാപ്പയെ കാണാനുള്ള അവസരം ജോജിക്കുണ്ടായത്. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്നും പോയ സംഘത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു ജോജി. ലോക സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. തുടർന്നാണ് മാർപ്പാപ്പയെ കാണാനുള്ള അവസരം ലഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈമുത്തുകയും ഷോൾ അണിയിക്കാനുള്ള ഭാഗ്യവും അന്ന് ജോജിക്ക് ലഭിച്ചു. മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ജീവിതത്തിലെ അപൂർവ നിമിഷമാണ് ജോജിക്ക്. വൈകാരികമായ ആ മുഹൂർത്തങ്ങളാണ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ജോജിയുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത്. ഇന്നിവിടെ വാങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നേരിൽ കാണുവാനും അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വണങ്ങാനും അദ്ദേഹത്തിനെ ഷോളണിയിക്കാനുള്ള ഒരു അപൂർവ ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ദൈവിക അനുഭൂതിയാണ് നമുക്കന്ന് അനുഭവപ്പെട്ടത് അദ്ദേഹത്തിലൂടെ. 2024 നവംബർ 30 വത്തിക്കാനിൽ വെച്ച് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കുകയും ഒരു ചെറിയ സദസ്സിൽ വെച്ച് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വണങ്ങുവാനും അതോടൊപ്പം തന്നെ ഷോളണിക്കുവാനുള്ള ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. ആമ്പല്ലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. വെണ്ടൂർ അളഗപ്പ ഗ്രൗണ്ടിനു സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയ ആണ് മരിച്ചത്. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ഹെൻറിയെ കൊണ്ടുവരാൻ പോയതാണ് ഒലിവിയ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഹെൻറിയും ഭാര്യയും അമ്മയും ഒലിവിയയും അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. ഒലിവിയയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ഇതോടെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒലിവിയയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയും അവശയായതുകൊണ്ട് ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പിന്നെയും വഷളായി. ഇതോടെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ത്തിലധികം ആളുകൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. 5 ലക്ഷത്തോളം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് തൊഴിലിനോട് ബന്ധപ്പെടുത്തി നൈപുണി പരിശീലനം. രജിസ്റ്റർ ചെയ്ത 10 ലക്ഷം ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും തൊഴിൽ മേളകളിലൂടെ തൊഴിൽ എന്നിവയാണ് കേരളം നോളജ് ഇക്കോണമി മിഷന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതിനായി സന്നദ്ധ പ്രവർത്തകരും പ്രൊഫഷണൽ മെന്റർമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വലിയ ഒരു സംഘമാണ് പദ്ധതിയുടെ ഭാഗമായി അണിചേരുന്നത്. മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കാണ് ക്യാമ്പയിൻ അഡ്വൈസർ. ഈ മാസം 26 തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും നടക്കുന്ന മെഗാ ജോബ് ഫെസ്റ്റോടെ തൊഴിൽ പൂരത്തിന് തുടക്കമാകും. തൊഴിൽ അന്വേഷകർക്കായി 3 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. നിലവിൽ 10,000 തൊഴിൽ അന്വേഷകർ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു.
ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ സ്കിൽഡ് നിർമ്മാണ ജോലികൾക്ക് വേണ്ടി പ്രത്യേക മേള മെയ് മാസം ആദ്യം നടക്കും. പ്രാദേശിക ചെറുമേളകൾക്ക് പുറമെ തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 23 വരെ തേക്കിൻകാട് മൈതാനിയിൽ മഹാതൊഴിൽ മേളയും സംഘടിപ്പിക്കും. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഓൺലൈൻ അഭിമുഖങ്ങളിലൂടെ ഇതിനോടകം ജില്ലയിൽ നിന്ന് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു. തൊഴിൽ പൂരത്തിന്റെ വിജയത്തിനായി പദ്ധതി അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാദേശിക ചാനൽ പ്രതിനിധികളുമായി ചർച്ച നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. സംഘാടക ഭാരവാഹികളായ ഡോക്ടർ പി സരിൻ, വിജയഹരി, അനൂപ് കിഷോർ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, തൃശൂർ മീഡിയ വിഷൻ ഭാരവാഹികളായ ബൈജു ചിരിയങ്കണ്ടത്ത്, PM നാസർ, AG സുബ്രഹ്മണ്യൻ, മീഡിയ ടൈം MD ജിജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം തൃശൂർ. ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തെന്ന് പരാതി. കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് അക്രമം നടത്തിയത്. താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസാണ് അടിച്ചു തകർത്തത്. പ്രതിയെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. ഷിൻഡോയുടെ സഹോദരൻ സാൻഡോയെ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് എത്തിയപ്പോൾ അക്രമാസക്തനാവുകയായിരുന്നു. സാൻഡോയുടെ പരിക്ക് ഗുരുതരമായതിനാലാണ് ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചത്. തുടർന്ന് രോഗിയെ മാറ്റാനായി എത്തിയതായിരുന്നു ആംബുലൻസ്. താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസാണ് അടിച്ചു തകർത്തത്. ഷിൻഡോ മദ്യലഹരിയിലായിരുന്നു. ഒരു വശത്തെ ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു. ഷിൻഡോയെ ചാലക്കുടി പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലാണ് ഷിൻഡോ ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. മീഡിയ ടൈം ചാലക്കുടി. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും നിസ്സാര പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബസിന്റെ ചക്രങ്ങൾ സ്കൂട്ടറിലൂടെ കയറിയിറങ്ങി. സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരൻ പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട് സ്കൂട്ടർ വരുന്നത് കണ്ട് ബസ് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻപിൽ പോയ മറ്റൊരു സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരായ അമ്മയെയും മകളെയും 108 ആംബുലൻസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂർ സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ ജോളി, മകൾ എബിന എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മീഡിയ ടൈം തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. പുത്തൻചിറ മേഖല കിഴക്കുമുറി SNDP ശാഖായോഗ മന്ദിരത്തിന്റെയും ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുടെയും 25ാം വാർഷികം ആഘോഷിച്ചു. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മളിന്ന് പരമാവധി നമ്മുടെ കുരുക്ഷേത്രങ്ങളെല്ലാം ഗുരുമന്ദിരങ്ങളിൽ നിന്ന് മാറി കുരുക്ഷേത്രങ്ങളാക്കി ക്ഷേത്രാചാര പ്രകാരം പ്രതിഷ്ഠിച്ചാണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം, ശാഖായോഗത്തിൻ്റെ അംഗങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നല്ല ഒരു കുരുക്ഷേത്രം പണിതാൽ നേരത്തെയായി ഞാൻ ഇവിടെ ഒരു പഞ്ചലോക വിഗ്രഹം ഗുരുദേവന്റെ തന്നുകൊള്ളാം എന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ വളരെ നിസ്സാരമായ 6-8 മാസം കൊണ്ട് നമുക്ക് നല്ല ഒരു കുരുക്ഷേത്രം ഇവിടെ പണിയാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ല ഒരു പ്രതിഷ്ഠ, പഞ്ചലോക പ്രതിഷ്ഠ നമുക്ക് ഇവിടെ നടത്തുവാനും കഴിയും. അതിനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഗുരുദേവ ദർശനത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശാഖാ പ്രസിഡന്റ് PM ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, യോഗം കൗൺസിലർ PK പ്രസന്നൻ, ഡയറക്ടർ CK യുധി, KK ബിനു, സജീവ് കുമാർ കല്ലട, CD സന്തോഷ് ചെറാക്കുളം, KK ചന്ദ്രൻ, MK സുബ്രഹ്മണ്യൻ, TS സുനിൽകുമാർ, അശോകൻ ഊട്ടോളി, ചന്ദ്രബോസ് കണ്ണത്ത്, ഗാനസിദ്ധാർത്ഥൻ, PA രവി, സിത്താര ബിനേഷ്, V ബിജു, KN വിനീഷ്, PR സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തും പുത്തഞ്ചിറ സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു.
VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹികപരമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട്. മക്കളിൽ നിന്നുള്ള അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ ദുഃഖിതരാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടേതായിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും ഉണ്ടായിട്ട് ആരുമില്ല എന്നുള്ളൊരു തോന്നലുകളും പലപ്പോഴും നമ്മളെ അത് നമ്മുടെ രോഗിയായിട്ട് മാറിയതുപരമായിട്ട് മാത്രമാണ് എന്ന് അതിൽ നിന്ന് ധരിക്കേണ്ടതായിട്ടില്ല. അല്ലാതെ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പ്രായമായവർക്കും ഉണ്ടാവും, പ്രായമല്ലാത്തവർക്ക്, പ്രായം അധികരിക്കാത്തവർക്കും ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മനുഷ്യസഹജമായിട്ടുള്ളൊരു വിഷയം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, സംഗീത അനീഷ്, AP വിദ്യാധരൻ, സുമിത ദിലീപ്, രമ രാഘവൻ, VA നദീർ, VS അരുൺരാജ്, പത്മിനി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി 9ാം ദിവസം പകൽപൂരവും കുടമാറ്റവും നടന്നു. ചേർനല്ലൂർ ശങ്കരൻകുട്ടന്മാരാർ പാണ്ഡ്യമേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ദീപാരാധന, വലിയ വിളക്ക്, പള്ളി നായാട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. നാളെ ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കോട്ടപ്പുറം കായലോരത്ത് 64ാമത് പുഴനിലാവ് സാംസ്കാരിക സമ്മേളനം ആഘോഷിച്ചു. മുൻ MLA TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. VM ജോണി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജാക്സൺ വലിയപറമ്പിൽ, നഗരസഭാ വൈസ് ചെയർമാൻ VS ദിനൽ, KS കൈസാബ്, ES സാബു, സുനിൽ P മേനോൻ, ഷാജി വടക്കൻ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടത്തിയ സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. നിർധനർക്കായി വിതരണം ചെയ്യുന്ന പലവ്യഞ്ജന കിറ്റുകളുടെ വിതരണം ജീവൻ TV എക്സിക്യൂട്ടീവ് ഡയറക്ടർ PJ ആന്റണി നിർവഹിച്ചു. മിമിക്രി കലാകാരൻ ശ്രീജിത്ത് പേരാമ്പ്ര മുഖ്യ അതിഥിയായിരുന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. സ്വർണത്തിന് 760 രൂപ വർദ്ധിച്ച് 72,120 രൂപയായി. ഗ്രാമിന് 95 രൂപ കൂടി 9,015 രൂപയായി. ഗ്രാമിന് ചരിത്രത്തിൽ ആദ്യമായാണ് വില 9,000 രൂപ കടന്നത്. ട്രംപിന്റെ താരിഫ് യുദ്ധം ലോകമെമ്പാടും സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വവും പണപ്പെരുപ്പ സാധ്യതയും ഉൾപ്പെടെയാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായിരിക്കുന്നത്. ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ശ്രീയ ശ്രീനിവാസിന്റെ സെലിബ്രേഷൻ ഓഫ് പെർസെപ്ഷൻ എന്ന ചിത്രകലാ പ്രദർശനം ആരംഭിച്ചതായി സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇലകളും പൂക്കളും ചെടികളും പക്ഷികളും ശലഭങ്ങളും അടങ്ങുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെ ആഘോഷമാണ് ശ്രീയയുടെ ചിത്രങ്ങളുടെ സവിശേഷത. 43ഓളം വാട്ടർ കളർ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. വരന്തരപ്പള്ളി സ്വദേശിയായ ശ്രീയയുടെ ആദ്യ ചിത്ര പ്രദർശനമാണെന്നും വാർത്താസമ്മേളനത്തിൽ ചിത്രകാരി ശ്രീയ ശ്രീനിവാസ് അറിയിച്ചു. ദേവി കൃഷ്ണയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആമ്പല്ലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. വെണ്ടൂർ അളഗപ്പ ഗ്രൗണ്ടിന് സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയ ആണ് മരിച്ചത്. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ത്തിലധികം ആളുകൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തെന്ന പരാതി. കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് അക്രമം നടത്തിയത്.
ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.